ചടങ്ങിൽ KMLയാണ് സമ്മാനിച്ചത്. പോലീസ് മെഡൽ നേടിയതോടൊപ്പം ജനങ്ങളുടെ അംഗീകാരവും നഗരസഭയുടെ പുരസ്കാരവും ലഭിച്ചതിൽ തന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുമെന്നാണ് പ്രാഗൽഭ്യം തെളിയിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അഭിപ്രായം. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ. കേരളത്തിലെ ക്രിമിനൽ കോടതി ജീവനക്കാരോട് അധികാരികൾ വെച്ചു പുലർത്തുന്ന അവഗണനയ്ക്കെതിരെ റിപ്പബ്ലിക് ദിനത്തിൽ ജോലി ചെയ്ത് ജീവനക്കാർ പ്രതിഷേധിച്ചു. 9ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ക്രിമിനൽ കോടതി ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളോട് കാട്ടുന്ന വിവേചനപരമായ നീക്കത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരപരിപാടികൾ. ക്രിമിനൽ കോടതി ജീവനക്കാരാണ് റിപ്പബ്ലിക് ദിനത്തിൽ അവധി ഉപേക്ഷിച്ച് ജോലി ചെയ്തുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. സിവിൽ കോടതിക്കുള്ളിൽ 30-ലധികം സ്റ്റാഫുള്ളപ്പോൾ ക്രിമിനൽ കോടതിക്കുള്ളിൽ 12 സ്റ്റാഫ് മാത്രമാണുള്ളത്. ഇതുമൂലം ജോലിഭാരം വർദ്ധിപ്പിക്കുന്നതും പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കുവാൻ താമസമുണ്ടാകുന്നതുമാണ് ഇത്തരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇടയാക്കിയതെന്ന് ജീവനക്കാർ പറഞ്ഞു. 26-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഞങ്ങൾ എല്ലാവരും ജോലിയെടുത്ത് ഒരു സമരം നടത്തുകയും പ്രത്യേകമായൊരു പ്രതിഷേധമാണ്. എല്ലാവരും കൃത്യമായ ജോലി എടുത്തുകൊണ്ടുള്ളൊരു പ്രതിഷേധം. ഇതിന് തുടർന്ന് പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾ കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ടും ജോലി ഓരോ കോടതിയിലും ഓരോ ജീവനക്കാരും കൈകാര്യം ചെയ്യുന്നത് ചടങ്ങിലും ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. പുതിയ സ്റ്റാഫുകളെ നിയമിക്കണം, സ്റ്റാഫ് പാറ്റേൺ വർദ്ധിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ സിവിൽ ക്രിമിനൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ഇന്റഗ്രേഷൻ നടപ്പിലാക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഞങ്ങൾ 2003 ഷെട്ടി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും ജീവനക്കാർ ഉന്നയിച്ചു. ജനുവരി 27 മുതൽ 31 വരെ കറുത്ത ബാഡ്ജ് ധരിച്ച് ജോലിക്കെത്താനും ക്രിമിനൽ ജുഡീഷ്യൽ സ്റ്റാഫ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഏപ്രിൽ-മെയ് മാസങ്ങളിൽ ജീവനക്കാർ ഒന്നടങ്കം സിവിൽ ജുഡീഷ്യറിയിലേക്ക് വകുപ്പ് മാറ്റത്തിന് അപേക്ഷ നൽകുമെന്നും ജീവനക്കാരുടെ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്.